നമ്മൾ പല ആളുകളും സാധാരണ രീതിയിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ബന്ധങ്ങൾ. ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ വെറുതെ വിളിച്ച് സംസാരിക്കുക, അത് സംസാരിക്കാൻ വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ സത്യത്തിൽ ഒരു സുഹൃത്ത് ബന്ധം, ഒരു വ്യക്തിബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നത് നമ്മൾക്ക് സംസാരിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിലല്ല കാര്യം. പല ആളുകളും അങ്ങനെ സംസാരിച്ചിട്ട് ആവശ്യമായതും അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. അങ്ങനെ നിങ്ങളുടെ നല്ലൊരു ബന്ധം പോലും ഇല്ലാതെ പോകും. കാരണം ഒരു സുഹൃത്ത്, എപ്പോഴും ഞാൻ പല ആളുകളോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഒരു കൂട്ടം കുട്ടികളോടാണ് ചോദിക്കുന്നതെങ്കിൽ അവര് ഭൂരിഭാഗം ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 75-80 പേരും കൈപൊക്കി കാണിക്കുന്നുണ്ടാവും, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന്. വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ മാത്രമേ പറയുള്ളൂ എനിക്കധികം സുഹൃത്തുക്കളില്ല എന്ന് പറയും. ഒരു 80 പേരും ധാരാളം സുഹൃത്തുക്കളുണ്ടെന്ന് കാണിക്കുമ്പോൾ അതിനകത്ത് ഒരു 15 പേരും കാണിക്കുകയാണ് എനിക്കധികം സുഹൃത്തുക്കളില്ല, എനിക്ക് 1-2 സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ എന്ന്. ബാക്കി വരുന്ന വിരലിൽ എണ്ണാവുന്ന 3, 4, 5 പേര് പറയുന്നു, സാറേ എനിക്ക് അധികം സുഹൃത്തുക്കളില്ല, ഞാൻ ഏകാഗിയാണ്, എനിക്ക് അധികം സുഹൃത്തുക്കളില്ല എന്ന് പറയാറുണ്ട്. ആ 5 പേരില് ചിലപ്പോൾ 1, 2, 3 പേര് വിഷമിച്ചിട്ടായിരിക്കും പറയുക എനിക്ക് സുഹൃത്തുക്കളില്ല എന്ന്. ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾക്കും വിഷമവും സങ്കടമൊക്കെ തോന്നാം. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അധികം സുഹൃത്തില്ലാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മഹാന്മാരും മഹതികളും. നിങ്ങൾ ഏകാഗിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് വേണം പറയാനായിട്ട്. നിങ്ങളാണ് യഥാർത്ഥ ശരി. ഈ 19ഓളം കുട്ടികള് അവര് വളരെ ഊർജ്ജസ്വലതയോടുകൂടി അവരുടെ സുഹൃത്ത് ബന്ധങ്ങളെ പരിചയപ്പെടുത്താനും എനിക്ക് 10 പേരുണ്ട് 20 പേരുണ്ടെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളില് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ കേമനാണെന്നാണ്. അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റി മക്കളെ എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് എത്രമാത്രം സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുന്നോ അത്രമാത്രം നിങ്ങളുടെ വളർച്ചയെ അത് മുരടിപ്പിക്കും. കാരണം നിങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. പക്ഷെ നിങ്ങൾ പോകെ നിങ്ങളെ ഉയർന്ന തലങ്ങളിലേക്ക്, നിങ്ങളൊരു ജോലി സമ്പാദിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഈ സുഹൃത്തുക്കളോട് സംസാരിച്ചു നോക്കൂ, ഞാൻ ഇന്നത് പഠിക്കാൻ പോകുന്നു, ഇന്ന ഭാഗത്തേക്ക് പഠിക്കാൻ പോകുന്നു, ഇന്ന കോഴ്സ് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഒരു ജോലി ഇന്ന സ്ഥലത്ത് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ട്, ഞാൻ അതിനകത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന നിമിഷം നിങ്ങൾ കൂടുതൽ സുഹൃത്തുക്കളുള്ള കൂട്ടുകാരോടാണത് പറയുന്നതെങ്കിൽ നിങ്ങളുടെ ആ ചിന്തയെ അവർക്ക് മാറ്റാൻ സാധിക്കും. കാരണം പഠനമായിക്കോട്ടെ, നിങ്ങളുടെ ജോലി സാധ്യതയായിക്കോട്ടെ, അവരിലേക്ക് അത് പകർന്നു നൽകുമ്പോൾ അവരുടെ 10 തലയാണെങ്കിൽ 10 അഭിപ്രായം ഉണ്ടാവുന്നത് പോലെ ആ 10 അഭിപ്രായങ്ങൾ നിങ്ങളെ കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചിന്തയായിരിക്കും പിന്നെ നിങ്ങൾക്ക് വരിക. നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് പറയാൻ പറ്റാത്ത, നിർവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകും. കാരണം ഈ സുഹൃത്തുക്കളുടെ മാത്രം അഭിപ്രായമല്ലല്ലോ, നിങ്ങൾക്കുണ്ടല്ലേ പേരൻസ് ഇല്ലേ, നിങ്ങൾക്ക് ബന്ധുമിത്രാദികളില്ലേ, അവരും അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയും. എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് ഭംഗം നേരിട്ടു. ഇനി 2, 3, 4, 5 സുഹൃത്തുക്കളുള്ളവരാണെങ്കിലും അവരുടെയും അഭിപ്രായം നമ്മൾ തേടുമ്പോൾ അവരിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും ഉരുത്തിരിയുക. അപ്പോൾ നമ്മൾ എതിരെ സ്വീകരിക്കും. എന്തിനെ സ്വീകരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേസമയം ഈ ഏകാഗിയായിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം നിങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ തല കൊണ്ട് മാത്രമാണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. അതിന് തീഷ്ണതയുണ്ടാവും. അതിന് ആ സാധ്യതകളെ എത്രയും പെട്ടെന്ന് ചെയ്യാനും ആ സാധ്യതയിലേക്ക് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ നേട്ടങ്ങൾക്ക് കാരണമാകും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ബന്ധങ്ങൾ, ഈ പറയുന്ന ബന്ധങ്ങളിൽ പോലും നിങ്ങൾ 2, 3 സുഹൃത്തുക്കൾ അല്ലെങ്കിൽ 3, 4 സുഹൃത്തുക്കൾ തമ്മിൽ നിങ്ങൾ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ സംസാരത്തിനിടയിൽ നിങ്ങളിൽ നിന്ന് ഒരാൾ മാറിപ്പോയി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്നതാണ്, ആ പോകുന്ന ആ വ്യക്തിയെ പറ്റി
നിങ്ങൾ പരസ്പരം ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ പറയുന്നുണ്ടാവും. അടുത്ത ആൾ വിട്ടുപോകുന്ന സമയത്തും ഇത് തന്നെയായിരിക്കും പറയുക. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? അവിടെ നിങ്ങൾക്ക് നല്ലൊരു സുഹൃബന്ധമാണോ ഉള്ളത്? ആ സുഹൃത്തായിട്ടുള്ള അവരങ്ങനെ മാറിപ്പോകുമ്പോൾ നിങ്ങൾ അവരെ പറ്റി കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ച് നിങ്ങളെയും ഇത് തന്നെയല്ലേ അവർ പറയുകയും ചെയ്യുകയും ചെയ്യുക. അപ്പോൾ സുഹൃബന്ധം എന്നുള്ളത് വളരെ ആലോചിച്ചെടുക്കേണ്ടതാണ്. ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നില്ല കാര്യം. പക്ഷെ നിങ്ങളുടെ ഒരു വീട്ടിലെ ഒരു ഫംഗ്ഷനോ ഒരു ആവശ്യമോ ഒക്കെ വരുമ്പോൾ ഈ പറയുന്ന സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ കൂടിയെന്നിരിക്കാം. നിങ്ങൾക്ക് ഒരു അപകടം വരുന്ന സമയത്ത് ചിലപ്പോൾ ഇവരെ എത്തിക്കൂടിയെന്നിരിക്കാം. പക്ഷെ യഥാർത്ഥ ഒരു സുഹൃത്ത് ചായ കുടിക്കാൻ വിളിക്കുന്നവനോ സിനിമ കാണാം എന്ന് പറയുന്നവനോ ഒന്നും അല്ല സുഹൃത്ത്. നമ്മളുടെ വീട്ടിലെ സുഖ സൗകര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ സൗകര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൗകര്യം ഉപയോഗപ്പെടുത്താനും, അവിടെ TV ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഒരു സിനിമ കാണാനും പറയുന്നവനും, അതുപോലെ തന്നെ അവിടെ പാലുണ്ട്, പഞ്ചസാരയുണ്ട്, വെള്ളമുണ്ട്, ചായയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നമുക്ക് അവിടെ ചൂടാക്കി നമുക്ക് ഒരു ചായ ഉണ്ടാക്കി കഴിക്കാം എന്ന് പറയുന്നവൻ ഒരു യഥാർത്ഥ സുഹൃത്താണ്. അപ്പൊ ഭാരിച്ച ചെലവുകൾ നമ്മൾക്ക് വരുത്തി വെക്കാതെ, ആ ചിലവേറിയ കാര്യങ്ങൾ ചെയ്യാതെ ചെലവ് ചുരുക്കി നമ്മളെ മുന്നോട്ട് നയിക്കുക. നിങ്ങളുടെ പ്രവർത്തനങ്ങളില്, നിങ്ങളുടെ വളർച്ചയില് അതിരൂക്ഷമായ രീതിയിൽ നിങ്ങളെ പ്രശംസിക്കുന്നവനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അവൻ സാമാന്യന ഒരു വ്യക്തി പറയുകയാണ്, കുഴപ്പമില്ല, നല്ലതാണ്, നീ അതിലേക്ക് പോകൂ, നീ ആ നല്ല ജോലി ചെയ്യൂ, നീ അത് നല്ലത് പഠിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ നിങ്ങളെ പ്രശംസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരു നല്ല മാറ്റം ആ വ്യക്തി കാണുന്നുണ്ടെന്ന് വേണം പറയാനായിട്ട്. കഴിയുന്നത് നിങ്ങൾ മുഖസ്തുതിക്ക് ഇടം കൊടുക്കാതിരിക്കുക, നിങ്ങൾ മറ്റുള്ളവരുടെ മുഖസ്തുതി പറയാതിരിക്കുക. അത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനെ തിരിച്ചറിയാം. ആപത്ത് സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നവൻ, നിങ്ങളെ കൈപിടിച്ചു വരുന്നവൻ, നിങ്ങളെ ഓടിയെത്തുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അതല്ലാതെ നിങ്ങൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും വരുന്നുണ്ടെന്ന് പറയുന്നവൻ, പോകാൻ നേരം ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ യാത്ര മാറ്റി വെക്കുന്നുണ്ട് എങ്കിൽ അത് നല്ലൊരു സുഹൃബന്ധമല്ല. പല ആളുകളും ക്ഷേത്രത്തിൽ പോകുമ്പോൾ അയൽവാസിയോട് വിളിച്ചു ചോദിക്കും, നീ പോരുന്നുണ്ടോ, നീ വരുന്നുണ്ടോ, എന്നാൽ നമുക്ക് നാളെ ഒന്നിച്ചു പോകാം എന്ന് പറയുമ്പോൾ പല ആളുകളും, പ്രത്യേകിച്ച് സ്ത്രീകള്, അയ്യോ എനിക്ക് പണിയുണ്ട്, നാളെ പോകാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ആള് പറയും, എന്നാൽ ഞാനും പോകുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ എന്താണ് ഭക്തി? അവിടെ ഏതെങ്കിലും ഭക്തിയുണ്ടോ? അപ്പൊ അത് വെറും കൂട്ടുകൂടൽ മാത്രമാണ്. എന്തൊക്കെയോ സംസാരിച്ച് സമയം കളയാൻ വേണ്ടി ഒരു പ്രത്യേക സമയം കണ്ടെത്തുന്നു എന്നതിലപ്പുറം മറ്റൊന്നുമില്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് ജോലി. നിനക്കൊരു ജോലി കിട്ടിയാൽ നിനക്ക് ഞാൻ അവിടെ ഒരു ജോലി വാങ്ങിച്ചു തരും എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇതൊന്നും സാധ്യമല്ലാത്ത കാര്യമാണ്. ആർക്കും ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാലഘട്ടം മാത്രമല്ല, എന്നും അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പൊ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ സുഹൃത്തുക്കളെ കണ്ടെത്തുമ്പോൾ സുഹൃത്തിനെ തേടി പോവുകയല്ല, സുഹൃത്ത് തനിയെ നമ്മളിലേക്ക് വരും. നമ്മളുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നവനാണ് ഏറ്റവും നല്ല സുഹൃത്ത്. ഏറ്റവും നമ്മുടെ പ്രശ്നങ്ങളെ പറയുമ്പോൾ അത് പരിഹരിക്കാൻ കഴിയുന്നവനാണ് ഒരു സുഹൃത്ത്. അതല്ലാതെ വൺ സൈഡ് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുറവുകളെ മുതലെടുക്കുന്നവൻ ഒരിക്കലും സുഹൃത്താവില്ല. ഈ വേർതിരിവ് നിങ്ങൾ ഇപ്പോഴും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്.